ഏപ്രിൽ മാസത്തിൽ മുതൽ വരാൻ പോകുന്ന മാറ്റമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് വരുന്നതിനുള്ള 2 പാത്ത് വേ വന്നിട്ടുണ്ട്. അതായത് 6 രാജ്യങ്ങളിലും കാനഡയിലെ 2 പ്രോവിൻസസുകൾ. അപ്പോൾ 6 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ UK, USA, അയർലൻഡ്, സിംഗപ്പൂർ, സ്പെയിന്, കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രോവിൻസും ഒൻറ്റാറിയോ എന്ന് പറയുന്നത്. ഈ പ്രോവിൻസുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് അവർക്ക് 1800 മണിക്കൂർ അവിടെ ജോലി ചെയ്താൽ, അതായത് ഒരു വർഷം അപ്രോക്സിമേറ്റ്ലി ഒരു വർഷം അവർക്ക് RN-ആയിട്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഈ തരത്തിൽ ഓസ്ട്രേലിയൻ തുല്യതാ പരീക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിനുള്ള ഒരു, അതായത് ഇപ്പം ഈ OBA എന്ന് പറയുന്ന നിലവിലുള്ള പ്രോസസ്സിൽ NCLEX-ആറിന് ഓസ്കിയും എഴുതിയാണ് മറ്റുള്ള രാജ്യങ്ങളിലുള്ള നേഴ്സസിന് ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ നേഴ്സാൻ സാധിക്കുള്ളൂ. അത് വേവ് ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത് ഈ ഒരു പുതിയ പാത്വേ. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് 2017 ജനുവരി 1 ശേഷം മാത്രമുള്ള വർക്ക് എക്സ്പീരിയൻസ് മാത്രമേ അവർ കണക്കാക്കൂ. അതിനോടൊപ്പം തന്നെ 2017 ജനുവരി 1 ശേഷം ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാർക്ക്, ഓവർസീസിൽ നിന്നുള്ള നേഴ്സുമാർക്ക് ഇതിനുള്ള അർഹതയുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് UK വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ഇന്ത്യയിൽ നേഴ്സിംഗ് കഴിഞ്ഞ ആളാണ്. അവര് 2015 ഇന്ത്യയിൽ നേഴ്സിംഗ് പൂർത്തിയാക്കിയത്, നേഴ്സിംഗ് ഡിഗ്രി കിട്ടിയത്. അതിനുശേഷം അവർ 2019 അല്ല 2018 അവർ UK വന്ന് ഈ എക്സാംസ്, UK എക്സാംസ് ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത്. അപ്പം ഈ പുതിയ ഈ പാത്വേയിൽ പറയുന്ന മാനദണ്ഡത്തിൽ അവർ പറയുന്ന റിക്വയർമെന്റിൽ ഒരു കാര്യത്തിൽ ഇവർ ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് ആപ്ലിക്കന്റ് എലിജിബിൾ ആണ്. അതായത് 2017 ശേഷം അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു ക്ലോസ് പറയുന്നത് 2017 ജനുവരി 1 ശേഷം ക്വാളിഫൈഡ് ആയിരിക്കണം. അത് ഏത് രാജ്യത്തായാലും ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2015 നേഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞ ഇന്ത്യയിൽ നേഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് ഈ ഒരു പക്ഷെ അവർക്ക് അങ്ങനെയുള്ളവർക്ക് അതായത് നേഴ്സിംഗ് രജിസ്ട്രേഷൻ ബോർഡുകളെ സമീപിച്ചുകൊണ്ട് അവരുടെ ഈ പ്രീ രജിസ്ട്രേഷൻ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷം ഇവർക്ക്, അതായത് OBA എന്ന് പറയുന്നത് ഓസ്കീം എന്ന് പറയുന്നത് ആ പാത്വേ തന്നെ അവർ പോകേണ്ടി വരും. 2017 ജനുവരി 1 ശേഷം, അതാണ് അതിനകത്ത് ആ പാത്വേ 2-നകത്ത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. 2017 ജനുവരി 1 അതിനുശേഷമോ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യത്യാസം ഈ ഒരു പാത്വേ, അതായത് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഓസ്ട്രേലിയയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതല്ലെങ്കിൽ എൻക്വയറി ചെയ്യുന്നതിൽ പല ആൾക്കാർക്കുള്ള സംശയവും അത് തന്നെയാണ്. ഇന്ത്യയിൽ നേഴ്സിംഗ് കഴിഞ്ഞ ഒരാൾ 2017 ശേഷം നേഴ്സിംഗ് കഴിയണം എന്നുള്ള കാര്യം നിർബന്ധമാണെന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാത്വേ 2 അനുസരിച്ച് നമുക്ക് അത് അവർക്ക് ഇതിനുള്ള ഒരു എലിജിബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ അവർ 2017 ജനുവരി 1 അതിനുശേഷമോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗ്രാജുവേഷൻ, അതായത് നേഴ്സിംഗ് ഡിഗ്രി. പിന്നെ ഉള്ളത് ഈ പാത്വേ 1 ഇപ്പൊ ഈ പറയുന്ന ഈ ഇളവ് ലഭിക്കുന്ന ഈ 6 രാജ്യങ്ങളിൽ നേഴ്സിംഗ് പഠിച്ച ആളുകൾക്കാണ് ഈ അവർക്ക് ഇത് ബാധകമല്ല. ഈ 6 രാജ്യങ്ങളിലെ ഈ കാനഡയിലെ 2 പ്രോവിൻസിലും എപ്പോ പഠിച്ചിരുന്നാലും പ്രശ്നമില്ല. അവിടുത്തെ ക്വാളിഫൈഡ് ആണെങ്കിൽ, അവിടെ നിന്നുള്ള നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 2017 ജനുവരി 1 ശേഷമുള്ള 1800 മണിക്കൂർ ജോലി, അതായത് ഒരു വർഷത്തെ ഫുൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്.